ഈ മണിക്കൂറുകളോളമുള്ള ഓഫീസിലെ ജോലി കഴിഞ്ഞാൽ വീട്ടിലെത്തി ഒന്ന് സ്വസ്ഥമായി ഇരിക്കാം എന്ന് കരുതുന്നവരാണ് എല്ലാവരും, അല്ലേ? പക്ഷേ ഇതിനിടയിൽ ഓഫീസിൽ നിന്ന് ഫോൺ കോളുകൾ വന്നാലോ അറ്റൻഡ് ചെയ്യാതെ വേറെ വഴിയില്ല. പക്ഷേ ഇനി ഓസ്ട്രേലിയക്കാർക്ക് ആ പേടി വേണ്ട കേട്ടോ. ജോലി സമയം കഴിഞ്ഞെത്തുന്ന മേലധികാരികളുടെ ഫോൺ കോളുകളും ഇമെയിലുകളും അവഗണിക്കാനുള്ള അവകാശം തൊഴിലാളികൾക്ക് നൽകുന്ന നിയമം ഓസ്ട്രേലിയയിൽ നിലവിൽ വന്നു. വിവരങ്ങളുമായി അഭിരാമി മോഹൻ ചേരുന്നു. അഭിരാമി, ഗുഡ് മോർണിംഗ്. അഭിരാമി, ഈ ജോലി സമയം കഴിഞ്ഞ് വരുന്ന ഓഫീസ് കോളുകൾ, പല ഓഫീസുകളും എനിക്ക് തോന്നുന്നു അവർക്കായി ഒരു സിം കാർഡൊക്കെ എടുത്ത് നൽകാറുണ്ട്. ഇത്തരത്തിൽ എപ്പോഴും ഫോണിൻ്റെ ഒരു തലക്കിൽ ഉണ്ടാവണം എന്ന് വിചാരിക്കുന്നവർക്ക് അങ്ങനെ എടുത്തു കൊടുക്കാറുണ്ട്. സ്വാഭാവികമായും അതൊരു ഉത്തരവാദിത്വമാണ്. കമ്പനി തരുന്ന ഫോണാണ്, അത് ഏത് നേരവും നമ്മൾ ആ ഫോണിൽ ഉണ്ടാവണം എന്നാണ് അതിൻ്റെ ഒരു കണ്ടീഷൻ. പക്ഷേ ഇതിപ്പോൾ അങ്ങനെയുള്ളവർക്കും ഇത് ബാധകമാണോ അഭിരാമി? മോത്തി, നമ്മളിപ്പോൾ ഒരു ജോലി കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ കുടുംബത്തോടൊപ്പം ചിലവഴിക്കേണ്ട ക്വാളിറ്റി ടൈമാണ് അവിടെ ഈ ഓഫീസിലെ ജോലിഭാരവും ഓഫീസിലെ ടെൻഷനും ഒക്കെ അവിടെയും കൂടി നമ്മുടെ മേൽ ചുമത്തുമ്പോൾ നമുക്ക് കുറേയും കൂടി ടെൻഷനാവുകയും നമ്മുടെ ഫാമിലിയോടൊപ്പം ചിലവഴിക്കുന്ന സമയങ്ങൾ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാനാണ് ഓസ്ട്രേലിയയിൽ ഇപ്പോൾ ഇങ്ങനൊരു നിയമം, റൈറ്റ് ടു ഡിസ്കണക്ട് എന്നാണ് ആ നിയമത്തിൻ്റെ പേര്. അങ്ങനെ ഒരു നിയമം അവർ കൊണ്ടുവന്നിട്ടുള്ളത്. അതായത് ഓഫീസ് സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഓഫീസിൻ്റെ ആയിട്ട് വരുന്ന കോളുകളോ ഒഫീഷ്യലായി വരുന്ന കോളുകളോ ഇമെയിലുകളോ പരിശോധിക്കേണ്ട ആവശ്യമില്ല. അത് എക്സെപ്റ്റ് ചില കേസുകളിലുണ്ട്, ചില എമർജൻസി സിറ്റുവേഷനിൽ അല്ലെങ്കിൽ ചില എമർജൻസി കേസുകളിൽ അങ്ങനെ ഈ ഫോണുകൾ അറ്റൻഡ് ചെയ്യാൻ ഇമെയിൽ നോക്കാം എന്നുള്ള ചില അവസരങ്ങൾ അതിലൊരു എക്സെപ്ഷൻ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അല്ലാതെ ഇത്തരത്തിൽ കോളുകൾ അറ്റൻഡ് ചെയ്യുകയോ മെയിലുകൾ നോക്കേണ്ട ആവശ്യമില്ല. ഇത് ശരിക്കും ഒരു കോവിഡ് ടൈമൊക്കെ ആയപ്പോൾ നമുക്ക് വർക്ക് ഫ്രം ഹോം എന്ന് പറയുന്ന ഒരു പുതിയൊരു ആശയം, പുതിയൊരു തൊഴിൽ രീതി വന്നു. അതിനുശേഷം ഇപ്പോൾ ജോലി സമയത്തിലും ഒക്കെ ഒരു വ്യത്യാസം വന്നു. ഓഫീസ് നമ്മുടെ വീട്ടിൽ തന്നെയാണ്. അപ്പോൾ വീട്ടിലിരുന്ന് വർക്ക് ചെയ്യുമ്പോൾ ഓഫീസ് കോളുകൾ വരുന്നു. നമ്മുടെ ജീവിതവുമായി, നമ്മുടെ സ്വകാര്യ ജീവിതവുമായി ഓഫീസ് ജീവിതവുമായി ഒക്കെ ഇങ്ങനെ കൂടിപ്പിണഞ്ഞ് കിടക്കുന്ന ഒരു സമയമായിരുന്നു ആ കോവിഡ് ടൈം എന്ന് പറയുന്നത്. അതിനുശേഷം അതിൽ നിന്നൊക്കെ നമ്മൾ മാറി ഓഫീസിലേക്ക് വന്നുവെങ്കിലും ഇപ്പോഴും പലർക്കും ഇതുപോലെ അവധി ദിവസങ്ങളിലും ഓഫീസ് കഴിഞ്ഞും ഒക്കെ ഇത്തരത്തിൽ ഓഫീസ് കോളുകൾ വരുന്നത്, നിരന്തരമായി വരുന്നത് ഒരു പ്രശ്നമായി തോന്നിയപ്പോഴാണ് ഓസ്ട്രേലിയ ഇത്തരത്തിലൊരു നിയമം പാസ്സാക്കാൻ അവർ റെഡിയായത്. ഇത് ആദ്യമായി ഇത്തരത്തിൽ റൈറ്റ് ടു ഡിസ്കണക്ട് എന്ന് പറഞ്ഞൊരു നിയമം 2017 പാസ്സാക്കിയത് ഫ്രാൻസ് എന്ന് പറയുന്ന രാജ്യമാണ്. ഇപ്പോൾ അതിൻ്റെ പിന്നാലെ ഓസ്ട്രേലിയയിലേക്കും വന്നിരിക്കുകയാണ്. ശരിക്കും ഫാമിലിയുമായി ചിലവഴിക്കുന്ന ക്വാളിറ്റി ടൈം അത് അവർക്ക് വേണ്ടി തന്നെ മാറ്റിവെക്കുക എന്നുള്ളതാണ് ഈ നിയമം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും അതെ അതെ അഭിരാമി, അതേതായാലും നല്ലൊരു കാര്യമാണെന്ന് തോന്നുന്നു. അഭിരാമിക്ക് നല്ലൊരു അടിപൊളി ദിവസമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.